ഭീകരാക്രമണത്തിന് പിന്നിൽ ഇസ്ലാം മതമാണ് എന്ന തെറ്റിദ്ധാരണ പരത്തുന്ന ശ്രീ ആരിഫ് ഹുസൈനുമായി ന്യൂസ് 18 സംബന്ധിച്ചപ്പോൾ ഓർക്കുക, പ്രകോപനങ്ങൾ ഉണ്ടാക്കലല്ല, സമന്വയങ്ങൾ ഉണ്ടാക്കലാണ് ഒരു രാജ്യത്തിന് വേണ്ടത്. നമ്മൾ ഗീതയും ഖുറാനും ബൈബിളും എല്ലാം ദൈവവചനങ്ങളാണെന്ന് പഠിച്ചവരാണ്. കൊറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതെല്ലാം ഭഗവാനെയാണ്, ദൈവത്തെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഗീതയും ഖുറാനും ബൈബിളും അദ്വൈത ഭാരത ഹൃദയമാണ് എന്ന യേശുദാസിന്റെ പാട്ടുകൾ പാടി വളർന്നവരാണ്. അപ്പൊ അദ്ദേഹത്തോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ബഹുമാന പുരസരം നമുക്ക് ആരിഫിനെ വിമർശിക്കാം. ആരിഫിനെ ചീത്ത വിളിക്കുന്നതോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറയുന്നതോ ഒന്നും ഒരു സൊല്യൂഷൻ അല്ല. ആരിഫിനെ ബഹുമാനത്തോടെ വിമർശിക്കാം. ഏതെങ്കിലും മതമാണോ ഇതിന്റെ പിന്നിൽ? അങ്ങനെയാണെങ്കിൽ ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ മതമുണ്ട്. അതായത് കാശ്മീരി യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്കലായ പ്രശ്നം കൂടിയില്ലേ. അതിനെ മതത്തിന്റെ ചില ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. അത് വളരെ ഓബ്വിയസ്ലി മിസ്യൂസ് ചെയ്യുന്നുണ്ടാകാം. അഥവാ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ അവർക്ക് സ്വർഗം കിട്ടുമെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ പോരെ? പാകിസ്ഥാനിൽ 50 ലക്ഷത്തോളം ഹിന്ദുക്കളില്ലേ? ദുബായിൽ ഏതെങ്കിലും ഇതിനെ കൊന്നാൽ പോരെ? സൗദി അറേബ്യ ഏതെങ്കിലും ഹിന്ദുക്കളെ കൊന്നാൽ പോരെ? ലോകത്ത് ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ, അതായത് ബാക്കിയുള്ള സൗദി അറേബ്യയോ ഒമാനോ ഗൾഫോ അല്ല UAE അല്ലെങ്കിൽ ഖത്തറോ, എത്രയോ രാജ്യങ്ങൾ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അതായത് വിശ്വാസത്തിന്റെ പേരിൽ ഒരു കാഫിറിനെ കൊന്നാൽ തനിക്ക് സ്വർഗം കിട്ടുമെന്നതിന്റെ പേരിലാണ് പോയി കൊല്ലുന്നതെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഹിന്ദുവിനെ കൊന്നാൽ പോരെ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണ മുസ്ലിങ്ങൾ, അവർക്ക് ഒന്നാമത് ഇസ്ലാമോഫോബിയ വളരുന്നുണ്ട്, ഇൻസെക്യൂരിറ്റി ഉണ്ട്. അവർ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാകുന്നു. അവരിൽ ഒരു തീവ്ര വിഭാഗം വരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഈ വേദനയിൽ നിന്ന് അവർ ഡിഫൻസ് എടുക്കുകയാണ്. ഈ വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും എങ്ങനെങ്കിലും രണ്ട് കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. മുസ്ലിങ്ങളെ കുറിച്ചല്ല, ജിഹാദികളെ കുറിച്ചാണ് പറഞ്ഞത്. ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നത് പറയുന്നത്? ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ. ഇവിടെ സംഘികൾക്കെതിരെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. ഇത് നമ്മുടെ സംഘപരിവാർ സുഹൃത്തുക്കളൊക്കെ വ്യാപകമായി എനിക്കെതിരെ ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സംഘ സഹോദരങ്ങളെ, നിങ്ങളെ, അതായത് എൻ്റെ ഭാഷയിൽ ജിഹാദി എന്ന് പറഞ്ഞാൽ തീവ്രവാദി എന്നല്ല. ജിഹാദി എന്ന് പറഞ്ഞാൽ ജിഹാദിന്റെ പാതയിൽ പോകുന്നവൻ. തീവ്രവാദിയെ നമ്മൾ വിളിക്കുന്ന പേര് ഇസ്ലാമിസ്റ്റ് എന്നാണ്. അതായത് ഹിന്ദുക്കളെ അല്ല, ഹിന്ദുത്വവാദി. ഗോഡ്സെ ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണ്. അതേപോലെ ഇസ്ലാമിസ്റ്റ് തീവ്രത എന്നാണ് നമ്മൾ പറയുന്നത്. സംഘപരിവാറിൽ പെട്ടവരെ, അതായത് ആരിഫിന്റെ ഭാഷയിൽ തീവ്രവാദികൾ എന്ന് പറയുന്നതിനെ പോലും നമ്മുടെ സംഘപരിവാറിലെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യാണ്. കാര്യം അവർക്ക് അടിസ്ഥാനപരമായി ആരെങ്കിലും മുസ്ലിമിനെ കുറ്റം പറഞ്ഞാൽ മതി. അവരെ കുറ്റം പറയുന്നതൊന്നും പ്രശ്നമല്ല. മുസ്ലിമിനെ അപ്പുറത്തൊന്ന് കുറ്റം പറഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമാണ്. അത് നിങ്ങൾ കേൾക്കണം. അതൊരു മനസ്സിന്റെ ഒരു മാനസികമായ ആത്മീയ ശൂന്യതയാണ്. ആ ശൂന്യത ശരിയാക്കാനാണ് ഞാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട്, ജിഹാദി ആരാണ്? മഹാത്മാഗാന്ധി ഒരു ജിഹാദിയാണെന്ന് നരേന്ദ്രമോദിജിയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന അക്ബർ എന്ന് പറയുന്ന പ്രസിദ്ധനായ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും മന്ത്രിയായ വ്യക്തി പറയുന്നു. ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി ആയിരുന്നു മഹാത്മാഗാന്ധി എന്ന്. അതായത് ജിഹാദിന്റെ, ധർമ്മയുദ്ധത്തിന്റെ, ക്രൂസൈഡിന്റെ ഒക്കെ ശരിക്ക് വേണ്ടി പോരാട്ടം നയിച്ചൊരു വ്യക്തി എന്ന അർത്ഥത്തിലാണെന്ന് പറയുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഒരു ജിഹാദായിരുന്നു മഹാത്മാഗാന്ധിയുടെ എന്ന് നരേന്ദ്രമോദിജിയുടെ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ശ്രീ അക്ബർ ആണ് പറയുന്നത്. ഇനിയും നമ്മുടെ ആരിഫിന്റെ മറുപടി. വിചാരിച്ചിട്ട് അതങ്ങനെ പറയരുതെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. എന്തിനാ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജിഹാദികളെ പറയേണ്ടവർക്ക് ജിഹാദികളെ പറയണം. അവിടെ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കുന്ന ആ ഇരട്ടത്താപ്പിന് എന്നെ കിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ കാഫിറിനെ കൊല്ലണം എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാഫിറിനെ പിടിച്ച് കൊന്നാൽ പോരെ എന്നാ ചോദിച്ചത്. എന്ത് വാദമാണ് ഞാൻ ചോദിക്കുന്നത്? കാഫിറിനെ കൊല്ലാൻ ഒന്നാമത് പാകിസ്ഥാനിലെ കാഫിറിനെ കൊന്നുവന്ന് തീർന്നു കഴിഞ്ഞു. ഇനി ആകെ എണ്ണി പെറുക്കി എടുക്കാൻ ആകെ 5-10 പാകിസ്ഥാനിലെ 50 ലക്ഷം, 48 ലക്ഷമോ 50 ലക്ഷത്തോളം ഹിന്ദുക്കൾ ജീവിച്ചിട്ടുണ്ട്. 50 ലക്ഷം. അവിടുത്തെ നിരന്തരമായിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. മൈനോറിറ്റിക്ക് എതിരെയുള്ള പെർസിക്യൂഷൻ, അതിനെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞ വളരെ നല്ല കാര്യമായിരിക്കും, പുണ്യം കിട്ടുന്ന കാര്യമായിരിക്കും. ഒന്നത്. ഇനി ഇവിടെ പറഞ്ഞ പ്രശ്നം, ഇതിന് മതമുണ്ടോ? മതമുണ്ട്. ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യമാണ്, ഹദീസിലുള്ള കാര്യമാണ്. രാഹുൽ ഈശ്വർ അത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ അത് ഞാൻ പറയട്ടെ അത് പറയാൻ പറ്റില്ല. ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ക്ഷമ കൈക്കൊള്ളൂ. അതിന് ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ യേശു ക്രിസ്തുവിനെയോ അങ്ങനെ ഒരു മുഖ്യധാരാ ചാനലിൽ ഇരുന്ന് മോശം പറഞ്ഞാൽ നമ്മൾ അനുവദിക്കുമോ? അനുവദിക്കരുത്. ശ്രീരാമനാണെങ്കിലും യേശു ക്രിസ്തു ആണെങ്കിലും പ്രവാചകൻ മുഹമ്മദ് നബി ആണെങ്കിലും സ്വാമി അയ്യപ്പനാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ബഹുമാനിക്കുന്ന ഫിഗേഴ്സ് ആണ്. നമ്മുടെ ചർച്ചകളിലേക്കും തർക്കങ്ങളിലേക്കും ഓരോ കൊണ്ടുവരുന്നത്. ഗീതയാണെങ്കിലും ബൈബിൾ ആണെങ്കിലും ഖുറാൻ ആണെങ്കിലും നമ്മൾ പവിത്രമായി കരുതുന്നതാണ്. അതൊരു ഇന്ത്യക്കാരൻ പവിത്രമായി കരുതുന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് കൊണ്ടുവരും. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് രാവിലെ പറയും.
ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് രാഹുൽ പറയും, അല്ലാതെ ഇടയ്ക്ക് കയറരുത്. ഇടയ്ക്ക് കയറരുത്. അത് മര്യാദകേടാണ്. മര്യാദ കാണിക്കും. മര്യാദ കാണിക്കും. മര്യാദ കാണിക്കും. നിങ്ങളിതിനെ അസഹിഷ്ണുതയാവുന്നത് ഉള്ള കാര്യം പറയുമ്പോ കിടന്ന് തിളയ്ക്കുന്നതിനാണ്. ഉള്ള കാര്യം പറയുമ്പോ കിടന്ന് തിളയ്ക്കേണ്ട ഒരു കാര്യമില്ല. ഉള്ള കാര്യം പറയുമ്പോ തിളയ്ക്കേണ്ട കാര്യമില്ല. ഉള്ള കാര്യം പറയുമ്പോ തിളയ്ക്കേണ്ട കാര്യമില്ല. ആദ്യം പറയുന്നത് കേട്ടു. രാഹുലൊന്ന് അടങ്ങ്. ആദ്യം ഞാൻ പറയണ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇത് ഒഴിഞ്ഞ ചെണ്ടയാകുമ്പോഴാണ് ഇതുപോലെ ഒച്ച ഉണ്ടാക്കേണ്ടി വരുന്നത്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയും. അതായത് അങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഉദ്ദേശം എന്താണ്? ഇസ്ലാമോഫോബിയ പടർത്തണം. ഇസ്ലാമോഫോബിയ പടർത്തുന്നതിനെ എതിർക്കുന്നതിനെ ആൾക്കാരെല്ലാം മോശമായി ചിത്രീകരിക്കണം. ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്. എന്താണ് ഇസ്ലാമിനെ ഇതുപോലെ മുന്നോട്ട് നയിക്കുന്നത്? ഇവിടെ ആഗോളതലത്തിൽ ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് വരുമ്പോൾ അതിനകത്ത് ടോപ്പ് ടെറർ ഇൻഡെക്സ് അതിന്റെ അറ്റാക്സിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 20 എണ്ണം ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ്. ഇവിടെ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 50 ഇസ്ലാമിക് അല്ല, ഇസ്ലാമിസ്റ്റ് ടെറർ അറ്റാക്സ് ആണ്. ടെറർ ഓർഗനൈസേഷൻസ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 50ഉം 100ഉം അത് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് തന്നെയാണ്. അല്ല, ഇസ്ലാമിസ്റ്റ് ആണ്. ഫോളോ ചെയ്യുന്നത് ഗോഡ്സേവാദികളെ പോലെ. സമ്മതിക്കാൻ എന്താണ് മടിയുള്ളത് എന്നാണ്. അത് എല്ലാ മുസ്ലിങ്ങളെയും പറയുന്നതല്ല, രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളെയും പറയുന്ന കാര്യമല്ല. ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്. അദ്ദേഹം അങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു പദപ്രയോഗം നടത്തിയിട്ടേ ഇല്ല. അല്ലല്ല, എനിക്ക് ആരിഫിന്റെ നിലപാടല്ലോ. മഞ്ജുഷ് എന്ന ഹിന്ദുവായ മാധ്യമ പ്രവർത്തനമാണ് ചോദ്യം. നാളെ പറയട്ടെ, ഇനി ഞാൻ മറുപടി പറയട്ടെ. മഞ്ജുഷ് രക്ഷപ്പെടുക. നാളെ യേശു ക്രിസ്തുവിനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അങ്ങയുടെ ചർച്ചയിൽ പേരെടുത്ത് അപമാനിച്ചാൽ അങ്ങ് കേട്ടോണ്ടിരിക്കുന്നു. നബിയെ കുറിച്ച് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം. അതാണ് ഇന്ത്യയുടെ ഇത് മനുസ്മൃതി കത്തിച്ച നാടാണ്. ഇവിടെ ഖുർആൻ കത്തിക്കേണ്ടി വന്നാൽ കത്തിക്കണം. അതിനെ ഞാൻ പറയാം. ഭയങ്കര പ്രകോപനപരമാണ്. മനുസ്മൃതി കത്തിച്ച അവിടെ പോകില്ല, ഖുർആൻ കത്തിച്ച പോകും. അത് തന്നെ ഞാൻ പറഞ്ഞു. അതാണ് ഇസ്ലാമിന്റെ ആ കോണം. അത് തന്നെയാണ് ഇസ്ലാമിന്റെ കോണം. മനുസ്മൃതി കത്തിച്ചാൽ ഇവിടെ ജയിലിൽ പോകില്ല. മനുസ്മൃതിയും ഹിന്ദുക്കളും തമ്മിൽ എന്താണ് ബന്ധം? എന്റെ ആരിഫ് ഭായി, മനുസ്മൃതി എന്ന് പറഞ്ഞാല് പണ്ട് എഴുതിയ ഒരു ലോ ബുക്ക് മാത്രമാണ്. സ്മൃതികളല്ല. ഹിന്ദുക്കളുടെ അടിസ്ഥാനം ശ്രുതികളാണ്. വേദങ്ങൾ ആരെങ്കിലും കത്തിച്ചാൽ പ്രകോപനമല്ലേ? ഭഗവത്ഗീതയോ രാമായണോ കത്തിച്ചാൽ പ്രകോപനമല്ലേ? അതേ പ്രകോപനമാണ് പരിശുദ്ധ ബൈബിൾ ആണെങ്കിലും വിശുദ്ധ ഖുർആൻ കത്തിച്ചാണെങ്കിലും ഒരു ഇന്ത്യക്കാരൻ ഉണ്ടാകുന്നത്. വേദങ്ങളാകട്ടെ, ഗീതയാകട്ടെ, രാമായണമാകട്ടെ, നമ്മുടെ പരിശുദ്ധ ബൈബിൾ ആകട്ടെ, വിശുദ്ധ ഖുർആൻ ആകട്ടെ, ബുദ്ധന്മാരുടെ ധമ്മപദയാകട്ടെ, ജൂതന്മാരുടെ തോറയാകട്ടെ, ഇവയെല്ലാം ബഹുമാനിക്കുന്നൊരു സംസ്കാരമാണ് നമുക്കുള്ളത്. ആ സംസ്കാരത്തിന്റെ പേരാണ് ആർഷഭാരത സംസ്കാരം. അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പവിത്രത. അതായത് നമ്മുടെ രാജ്യസ്നേഹത്തിൽ ഇസ്ലാമോഫോബിയ കലർത്തരുത്. അത് രാജ്യസ്നേഹത്തെ അപമാനിക്കുന്നത് പോലെയാണ്. നമ്മുടെ ദേശസ്നേഹത്തിൽ ഒരു കാരണവശാലും ആ രീതിയിൽ ഇസ്ലാമോഫോബിയ കലർത്തരുത്. അത് ഈ രാജ്യത്തോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഖുർആനാണെങ്കിലും ബൈബിൾ ആണെങ്കിലും ഗീതയാണെങ്കിലും, അതായത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിലും, ദൈവപുത്രനായ യേശുക്രിസ്തു ആണെങ്കിലും, ഭഗവാനായ ശ്രീരാമനാണെങ്കിലും, കലിയുഗവരതനായ സ്വാമി അയ്യപ്പനാണെങ്കിലും അവരെ ബഹുമാനിക്കുന്ന സംസ്കാരമാണ് ഭാരതത്തിന്. ആ സംസ്കാരമാണ് ഇന്ത്യയെ ലോകഗുരുവാക്കുന്നത്. ആ സംസ്കാരമാണ് ഇന്ത്യയുടെ അടിസ്ഥാനവും ആത്മാവും എന്ന് ശ്രീ ആരിഫ് ഭായ് തിരിച്ചറിയട്ടെ. ഒരു തരത്തിലും അങ്ങനെ പ്രകോപനം ഉണ്ടാക്കുക ഏതെങ്കിലും മതത്തെയോ വിരോധമോ അല്ലെങ്കിൽ വിമർശിക്കുന്നത് തീവ്രവാദികളെ വിമർശിക്കണം. ഈ ജിഹാദി എന്ന വാക്കല്ല, ഇസ്ലാമിസ്റ്റ് എന്ന് തന്നെ ഉപയോഗിക്കണം. ഇസ്ലാമിസ്റ്റ് തീവ്രവാദം, ഹിന്ദുത്വ തീവ്രവാദം, അല്ലെങ്കിൽ അത്തരം പദപ്രയോഗങ്ങളാണ് വരുന്നത്. ഹിന്ദു വേറെ, ഹിന്ദുത്വം വേറെ, ഇസ്ലാം വേറെ, ഇസ്ലാമിസം വേറെ. ഈ തിരിച്ചറിവ് അങ്ങേക്ക് ഉണ്ടാകട്ടെ.